ബിഗ് ബോസിലെ വിന്നറായി നമ്മുടെ അനുവിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അനു അത്ര മോശം കണ്ടസ്റ്റന്റ് ഒന്നും അല്ല, നല്ലപോലെ അടിച്ച് കയറി വന്നതാണ്. പലരെയും പിന്തള്ളി പല സ്റ്റെപ്പുകൾ അടവുകളും എടുത്ത് അനു മുന്നേറി വന്നതാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചില അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മോഹൻലാലിന് 2 കോടി രൂപ അനു കൊടുത്തുന്നത്, അതും തന്റെ വീട് പണയപ്പെടുത്തി കൊടുത്തുന്നത്. അതുകൊണ്ടാണ് അനുവിന് കൊടിയ ദാരിദ്ര്യമാണെന്നും എല്ലാം ഇങ്ങനെ ഒരു കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, മോഹൻലാലിന് ഇങ്ങനെ ഒരു 2.5 കോടിയുടെ ആവശ്യമുണ്ടോ? പുള്ളിയുടെ കയ്യിൽ ആവശ്യത്തിലധികം ചുമ്മാ വട്ടം പോലെ പറത്ത് കളയാൻ വേണ്ടി സ്വത്തില്ലേ. അപ്പോൾ 2.5 കോടിയാണോ കൊടുത്തത്, അതിന്റെ കൂടുതലാണോ കൊടുത്തതെന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. എന്നാലും കൊടുത്തെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, കൊടുത്തില്ലെന്നും പറയുന്നുണ്ട്. നമ്മൾ ഏത് വിശ്വസിക്കണമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ ഈ പരിപാടിയെല്ലാം കണ്ട് മോഹൻലാലാണ് ഇതിന്റെ വിധികർത്താവെന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും അല്ല കാര്യങ്ങൾ. ഈ മോഹൻലാൽ ഈ പരിപാടിയൊന്നും കാണുന്നു പോലുമില്ല. അദ്ദേഹം ഈ ഒരു സ്റ്റേജിലേക്ക് കയറി ഒരു ഷോ ഡയറക്ടർ പറഞ്ഞു കൊടുക്കും, ഇന്നതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്, അപ്പൊ നിങ്ങൾ ഇന്ന ഡയലോഗാണ് ഇന്ന് പറയേണ്ടത്. ഒരു സിനിമ പോലെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും പുള്ളി. അപ്പൊ അങ്ങനെ വന്നങ്ങ് റിയാക്ട് ചെയ്യും. ഈ സെയിം സംഭവം ഡയലോഗ് ഡെലിവറി ചെയ്യും, സെയിം റിയാക്ഷൻസ് ചെയ്യും. അപ്പൊ പുള്ളിയുടെ ഈ ഹെഡ്സെറ്റ് ഇരിപ്പുണ്ടല്ലോ, അപ്പൊ അതിൻ്റെ അകത്ത് ഇവര് എന്തെങ്കിലും അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി പറയാൻ വേണ്ടി ഈ ഹെഡ്സെറ്റിന്റെ അകത്ത് നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ പറയൂ, ഇങ്ങനെ പറയൂ. അതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ്റെ അകത്ത് ഒരു പങ്കുമില്ല. വെളിയിൽ വെച്ച് കണ്ടാൽ പോലും പുള്ളി നിങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്ത് പോലുമില്ല. പിന്നെയല്ല കൈക്കൂലി മേടിക്കുന്നത്, ഒന്ന് പോടാവേ. എന്തേരം അടിച്ചിറക്കലുകളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ കൈക്കൂലി മേടിച്ചത്. പിന്നെ മോഹൻലാലിന് ഈ കുറച്ച് പൈസ കിട്ടിയിട്ട് വേണം വീട്ടിലോട്ട് അരി മേടിക്കാൻ.